ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫിനെതിരെ ആരോപണവുമായി കോൺഗ്രസ്. സ്വന്തം കെട്ടിടത്തിന് മുന്നിലെ ഓടയുടെ അലൈൻമെന്റിൽ മാറ്റം വരുത്താൻ കിഫ്ബി ഉദ്യോഗസ്ഥരെ ജോർജ് ജോസഫ് ഭീഷണിപ്പെടുത്തിയെന്ന് കോൺഗ്രസ് നേതൃത്വം ആരോപിച്ചു. തനിക്കെതിരെയുള്ള ആരോപണം അടിസ്ഥാനരഹിതമെന്ന് ജോർജ് ജോസഫ് റിപ്പോർട്ടറിനോട് വ്യക്തമാക്കി. ഓട നിർമ്മാണം തടഞ്ഞ് കൊടിനാട്ടിയവരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ഇന്ന് രാവിലെ 6 മുതൽ വൈകിട്ട് 4 വരെ കൊടുമൺ ഗ്രാമപഞ്ചായത്തിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. CPM ജില്ലാ കമ്മിറ്റി അംഗവും കൊടുമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ KK ശ്രീധരനും മന്ത്രിയുടെ ഭർത്താവിനെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. പത്തനംതിട്ട കൈപ്പട്ടൂർ ഏഴംകുളം റോഡിൽ കൊടുമൺ സ്റ്റേഡിയത്തിന് സമീപം ഓട നിർമ്മാണത്തിന്റെ അലൈൻമെന്റ് മാറ്റാൻ മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫ് കിഫ്ബി ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയെന്ന് DCC അംഗവും പഞ്ചായത്ത് മെമ്പറുമായ അജി കുമാർ ആരോപിച്ചു. ഈ കൊടുമൺ പോലീസ് സ്റ്റേഷനോട് അനുബന്ധിച്ച് ഒരു വലിയ തടി പോലീസ് സ്റ്റേഷന്റെ ആ വസ്തുവിൽ നിന്നിരുന്നു. ആ തടി കൊടുമണ്ണിന് ഇപ്പോൾ ഇരിക്കുന്ന ഈ CIയുടെ നേതൃത്വത്തിൽ അത് മുറിച്ചു മാറ്റാനെ കൊണ്ടുള്ള പ്രവണത തുടങ്ങി. അത് കമ്പറത്തപ്പോൾ ഞാനും അന്നത്തെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റും കൂടെ വന്ന് ഇത് തടഞ്ഞു. ഇവിടെ കൊടി കുത്തി. ആ കൊടി കുത്തിയപ്പോൾ അന്ന് ഞങ്ങളുടെ പേരിൽ ഒരു കേസ് എടുത്തു. അപ്പോൾ അന്ന് മുതൽ ഈ വസ്തുവുമായി ബന്ധപ്പെട്ട് നിരന്തരം ഇദ്ദേഹം ഇവിടെ ഇത് തന്നെയല്ല, ഈ പ്രദേശത്തുണ്ടാകുന്ന സകല അഴിമതിയും വീണ ജോർജിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന സകല അഴിമതിയുടെ ഉത്തരവാദി അദ്ദേഹത്തിന്റെ ഹസ്ബൻഡാണ്. ജോർജ് ജോസഫിന്റെ കെട്ടിടത്തിന് മുൻവശം ഓട റോഡിലേക്ക് ഇറക്കിയാണ് നിർമ്മിക്കുന്നതെന്നും റോഡ് വികസനത്തിന്റെ പേരിൽ ജോർജ് ജോസഫിന് തന്റെ ഭൂമി നഷ്ടമായില്ലെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനിൽ കൊച്ചുമൂഴിക്കൽ പറഞ്ഞു. ഈ റോഡിന് 12 മീറ്റർ വീതിയാണ് ഉള്ളത്. അപ്പോൾ ഈ ഓട സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഓടയാണ് അങ്ങോട്ടുള്ളത്, അങ്ങ് വടക്കോട്ട്. ഈ പ്രോപ്പർട്ടിയെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ഇവിടെ വന്നപ്പോൾ ഈ അലൈൻമെന്റിൽ മാറ്റം വരുത്തി, വളവ്. ഈ പ്രദേശത്ത് താമസിക്കുമ്പോൾ വികസന പ്രവർത്തനങ്ങളെ ആകെ തുരങ്കം വയ്ക്കുന്ന നടപടി. അതേസമയം താൻ കിഫ്ബി ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നും വീണ ജോർജ് മന്ത്രിയാകുന്നതിന് മുമ്പ് തന്നെ ടെൻഡർ നടപടികൾ നിശ്ചയിച്ചിരുന്നുവെന്നും തന്റെ കെട്ടിടത്തിന് മുന്നിൽ റോഡിന് 12 മീറ്റർ വീതിയുണ്ടെന്നും ജോർജ് ജോസഫ് വ്യക്തമാക്കി. ഇതിന്റെ ആവശ്യത്തിന് ആരെയും ഭീഷണിപ്പെടുത്തേണ്ട കാര്യമാണ്. എന്നോട് ഇവരാരും സംസാരിച്ചിട്ടില്ലല്ലോ. ഈ പഞ്ചായത്തിലുള്ളവർക്ക് എന്തെങ്കിലും എന്നെക്കുറിച്ച് ഇത്തരത്തിലുള്ള ആരോപണം ഉണ്ടെങ്കിൽ എന്നോടൊന്ന് സംസാരിച്ചുകൂടെ? ഞാൻ ഇവരെ കാണുന്നുണ്ട്, ഇവരാരും എന്നോടൊന്നും സംസാരിക്കുന്നില്ല. കിഫ്ബിയുടെ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു. അപ്പം കിഫ്ബിയുടെ ഉദ്യോഗസ്ഥർ പറയണ്ടേ അവരെ ഭീഷണിപ്പെടുത്തുന്നത്? എനിക്ക് അവരുമായിട്ട് നല്ല ബന്ധമുള്ളത് ഇപ്പം അടുത്ത സമയത്ത് പരിചയപ്പെട്ടതേ ഉള്ളൂ. കിഫ്ബിയുടെ അലൈൻമെൻറ്റിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ അവരുടെ ബില്ല് പാസ്സാകില്ല. അവർക്ക് 12 മീറ്റർ വീതിയിലാണ് റോഡ് പണിത് വരിക. എൻ്റെ ബിൽഡിങ്ങിൻ്റെ മുൻവശത്ത് റോഡിന് 17 മീറ്റർ ഉണ്ട്. അവിടെ മിച്ചം സ്ഥലം കിടക്കുമല്ലോ, കാരണം 12 മീറ്റർ എടുത്താൽ ബാക്കി സ്ഥലം കിടക്കുമല്ലോ. അത് എൻ്റെ കുഴപ്പമല്ല. കൊടുമണ്ണിൽ കോൺഗ്രസ് ഓഫീസ് ഇരിക്കുന്ന സ്ഥലം കയ്യേറിയതാണെന്ന് ജോർജ് ജോസഫ് ആരോപിച്ചു. കയ്യേറിയ സ്ഥലം കോൺഗ്രസ് വിട്ടു നൽകണമെന്നും ജോർജ് ജോസഫ് ആവശ്യപ്പെട്ടു. കോൺഗ്രസ് ഓഫീസ് പ്രവർത്തിക്കുന്നത് കയ്യേറ്റ ഭൂമിയിലല്ലെന്നും പഞ്ചായത്തിൽ കൃത്യമായി കെട്ടിട നികുതി അടയ്ക്കുന്നുണ്ടെന്നും കോൺഗ്രസ് നേതൃത്വവും വ്യക്തമാക്കി. ഓട നിർമ്മാണ സ്ഥലത്ത് കൊടിനാട്ടിയ കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ ആഹ്വാനമെന്നും കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി. റിപ്പോർട്ടർ, പത്തനംതിട്ട.